ഖത്തറിയൻ വേൾഡ് കപ്പിൻ്റെ രണാങ്കളത്തിൽ സാക്ഷാൽ ലെവൻഡോസ്കിയുടെ പോളണ്ടിനെ നേരിടുമ്പോൾ ആൽപിസ് സെലസ്റ്റുകൾക്ക് മത്സരത്തിൻ്റെ 38-ാം മിനിറ്റിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വന്നു. ക്യാപ്റ്റനായ ലിയണൽ മെസ്സിയുടെ പെനാൽറ്റി ഷസേനി സേവ് ചെയ്തതോടെ വിജയലക്ഷ്യം ആൽപിസ് സെലസ്റ്റുകളെ വിട്ടുനിന്നു. മത്സരത്തിൻ്റെ 45-ാം മിനിറ്റിൽ എൻഹെൽ ഡി മെരിയയും മൊലീനയും ചേർന്നിട്ട് വലതു വിങ്ങിലൂടെ ഒരു മുന്നേറ്റം കൊണ്ടുവരുന്നുണ്ട്. മൊലീന ആ പന്തിനെ ബോക്സിലേക്ക് നീട്ടിക്കൊടുക്കുന്നുണ്ട്. തക്കം പാർത്ത് നിന്ന ആ 20-ാം നമ്പറുകാരൻ 3 താരങ്ങൾക്കിടയിലൂടെ വേൾഡ് കപ്പിലെ തൻ്റെ ആദ്യ ഗോൾ നേട്ടമാഘോഷിച്ചു. പറഞ്ഞു വരുന്നത് അലക്സിസ് മെക്കലിസ്റ്ററിനെ കുറിച്ചാണ്. ഖത്തറിൽ നിറകവിഞ്ഞ വേദികളിൽ ലൊസൻസോ എന്ന മധ്യനിരക്കാരൻ്റെ അഭാവം ലിയണൽ സ്കലോണിയുടെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചിരുന്നു. പകരക്കാരനായി സ്കലോണി ആദ്യ മത്സരത്തിൽ ചൂസ് ചെയ്തത് പപ്പു ഗോമസിനെയാണ്. പക്ഷേ മധ്യനിരയിലെ പ്രോ ആക്റ്റീവ് നിലനിർത്താനാവാതെ സമയം കളഞ്ഞുകൊണ്ടിരുന്ന പപ്പു ഗോമസിനെ സ്കലോണിക്ക് മാറ്റപ്പെടേണ്ടി വന്നു. ആദ്യ മത്സരത്തിലെ പരാജയവും അതിൽ ഉൾക്കൊണ്ടതായിരുന്നു. ആ പരാജയം തന്നെ അയാളെ വല്ലാതെ വേട്ടയാടപ്പെട്ടിരിക്കണം. അവസാനം ഒരു 20-ാം നമ്പറുകാരനെ മൈതാനത്തേക്ക് ഇറക്കി വിട്ടു. പകരക്കാരൻ്റെ കുപ്പായത്തിലാണ് മെക്ക് കളത്തിലിറങ്ങുന്നത്. പിന്നീട് അയാൾ പകരം വെക്കാനില്ലാത്തവനായി മാറിക്കഴിഞ്ഞ ദൃശ്യങ്ങൾ ആരാധകരെല്ലാം കണ്ടു കഴിഞ്ഞു. ഫൈനലിലെ അസിസ്റ്റ് കൂടെയായപ്പോൾ ഭാവി ഓതുന്ന അർജന്റീനിയൻ ജനതയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണത്തെ തന്നെ കിട്ടിക്കൊണ്ടു. പലപ്പോഴും മെക്കിൻ്റെ കളി കാണുമ്പോൾ മെസ്സിയുടെ നീക്കങ്ങളെ ഓർമ്മ വരുന്നുണ്ട്. അയാളുടെ ശൈലികൾ വിസ്മരിക്കുന്നുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ? കാരണം അയാളും ഒരു അർജന്റീനിയൻ DNA അല്ലേ? ഇന്ന് ക്ലോപ്പിൻ്റെ മധ്യനിരയിലെ അവസാനത്തെ നാമം മെക്ക് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആൻഫീൽഡുകാർ കണ്ണു തുറക്കുന്നില്ല. എൻഡോയും സൊബോസ്ലായും എറിക്സനും ഡിയാലോയും തീർക്കുന്ന മധ്യനിരയിൽ നായകവേഷമണിയുന്നത് മെക്കലിസ്റ്റർ തന്നെയാണ്. പിൽക്കാലത്ത് ക്ലോപ്പ് എങ്ങനെയായിരുന്നോ തൻ്റെ മധ്യനിരയെ വാർത്തെടുത്തത് അതേ പകർപ്പ് തന്നെയാണ് ഇന്ന് മെക്കലിസ്റ്റർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോ ആക്റ്റീവും റിയാക്റ്റീവും ഒരുപോലെ ഉദയം കൊള്ളാനാവാതെ ഒരു നല്ല മധ്യനിരക്കാരൻ ഉടലെടുക്കുകയില്ല. എന്നാൽ ഇതെല്ലാം ഒരുപോലെ ഉദയം കൊണ്ട കളിക്കാരൻ തന്നെയാണ് അലക്സിസ് മെക്കലിസ്റ്റർ. അതെ, അയാൾ ഇത് രണ്ടിലും ഉത്തമനാണ്. കാലുകളിൽ നിന്നും പന്തകന്നു പോയാൽ നൊടിയിടയിൽ ആ പന്തിനെ റിസീവ് ചെയ്തകറ്റാൻ മെക്കലിസ്റ്റർ പ്രാപ്തനാകുന്നു. അതിവേഗത്തിൽ തന്നെ പന്തിനെ സഹതാരങ്ങളിലേക്ക് എത്തിക്കാനും അയാൾ ഉണരുകയും ചെയ്യുന്നു. കാലം മോദിവെച്ച മറ്റൊരു മധ്യനിരക്കാരനാണ് അലക്സിസ് മെക്കലിസ്റ്റർ.